ശങ്കരനാരായണ സ്വാമി മഹാക്ഷേത്രം. ശങ്കരനാരായണന്റെ ഭൈരവ സ്വരൂപം ആരാധിക്കുന്ന കേരളത്തിലെ ഏക ക്ഷേത്രമാണ് തിരുനാവായിക്കുളം ശ്രീ ശങ്കരനാരായണ സ്വാമി മഹാക്ഷേത്രം. കേരളത്തിലെ ഏറ്റവും വലുതും അതിപുരാതനവുമായ ശങ്കരനാരായണ സ്വാമി ക്ഷേത്രമാണ്. ക്ഷേത്രത്തിലെ തിരു ഉത്സവത്തിന് കൊടിയേറി. അദ്വൈതത്തിൻ്റെ പ്രതീകമായ ശിവൻ്റെയും മഹാവിഷ്ണുവിൻ്റെയും സംയോജിത രൂപമായി ശങ്കരനാരായണ സ്വാമി ഈ ക്ഷേത്രത്തിൽ വാണരുളുന്നു. 6 അടി ഉയരമുള്ള ചതുർബാഹു വിഗ്രഹത്തിൽ കടുവത്തോലും ജടയും ധരിച്ച് നാഗം കയ്യിലേന്തുന്ന വലതു പകുതി സാക്ഷാൽ ശിവനെ പ്രതിനിധീകരിക്കുന്നു. രത്നകിരീടവും കുണ്ടലവും ധരിച്ച് പാഞ്ചജന്യം കയ്യിലേന്തുന്ന ഇടതുപകുതി മഹാവിഷ്ണുവിനെ പ്രതിനിധീകരിക്കുന്നു. ഓരോ ആയുധവും ഭഗവാന്റെ വ്യത്യസ്തമായ പ്രത്യേകതകൾ കാണിക്കുന്നു. തിന്മകളെ ഉന്മൂലനം ചെയ്യുവാനും സംഹാരത്തിനും ശേഷം സൃഷ്ടി നടത്തുവാനും സകല നാഗദോഷ നിവാരണ നാഗാധിപതിയുമായ ശങ്കരനാരായണൻ്റെ ദ്വന്ദ്വ സ്വഭാവത്തെ നാഗവും ശംഖും പ്രതീകപ്പെടുത്തുന്നു. കടീബന്ധം ഭഗവാന്റെ സർവേശ്വത്വം സൂചിപ്പിക്കുന്നു. മൂലവിഗ്രഹത്തിലെ വരദഹസ്തം മുന്നിലെത്തുന്ന ഓരോ ഭക്തനും അഭയവും ഇഷ്ടവരദായകനുമാണ് ഭഗവാനെന്ന് സൂചന നൽകുന്നു. കഷ്ടപ്പാടുകൾക്ക് കാരണമാകുന്ന ലൗകിക മോഹങ്ങളിൽ നിന്നുള്ള അകൽച്ചയെ അഥവാ വിരക്തിയെയാണ് ഭൈരവ സ്വരൂപനായ ഭഗവാന്റെ ശീവേലി ബിംബത്തിലെ കപാലം പ്രതിനിധീകരിക്കുന്നത്. കൂടാതെ തൻ്റെ ഭക്തരുടെ മുഴുവൻ ദോഷങ്ങളും ഇല്ലാതാക്കി കൃത്യമായ പാത നയിക്കുന്നവനാണ് ഭഗവാനെന്നും കർമ്മബിംബത്തിലെ കപാലം നമ്മെ ബോധ്യപ്പെടുത്തുന്നു. ഭക്തി ജ്ഞാന വൈരാഗ്യങ്ങളിലൂടെ ധർമാർത്ഥ കാമ മോക്ഷങ്ങൾ നൽകുന്നവനാണ്. ശങ്കരനാരായണ വിഗ്രഹത്തെ പൂർണ്ണമായ രൂപത്തിൽ പ്രതിനിധാനം ചെയ്യുന്ന ദക്ഷിണേന്ത്യയിലെ ഏറ്റവും വലിയ ക്ഷേത്രം എന്ന ഖ്യാതി തിരുനാവായിക്കുളം ശ്രീ ശങ്കരനാരായണ സ്വാമി ക്ഷേത്രത്തിനാണ്. ഗർഭഗൃഹത്തിനു പുറമെ 2 അന്തരാളങ്ങളോട് കൂടിയ മഹാക്ഷേത്ര പദ്ധതിയിൽ നിർമ്മിച്ചിരിക്കുന്ന വിശാലമായ ശ്രീകോവിലിൽ വാഴുന്ന ശങ്കരനാരായണ സ്വാമിക്ക് ഗണപതിയും ഗോപാലകൃഷ്ണനും ഹനുമാൻ സ്വാമിയും ശാസ്താവും യക്ഷിയും നാഗങ്ങളും ഭഗവതിയും ഉപദേവതകളായി വസിക്കുന്നു. ഏപ്രിൽ 25-ന് തുടക്കം കുറിച്ച ഉത്സവം മെയ് 4 ഞായറാഴ്ച തിരു ആറാട്ടോടെ അവസാനിക്കും. വൈകിട്ട് 5:15 കൊടിയേറ്റിന് തയ്യാറാക്കിയ കൊടി പ്രത്യേക പൂജകൾക്ക് ശേഷം കൊടിമരത്തിലേക്ക് കൊണ്ടുവന്നു. 5:15-നും 6:15-നും ഇടയ്ക്ക് ക്ഷേത്ര തന്ത്രിയും മേൽശാന്തിയും ചേർന്ന് ദേവസ്വം ജീവനക്കാരെയും ചടങ്ങ് കാണാനെത്തിയ 100 കണക്കിന് ഭക്തരെയും സ്ഥലം MLAയെയും സാക്ഷി നിർത്തി കൊടിയുയർത്തിയതോടെ 10 ദിവസത്തെ ഉത്സവത്തിന് തുടക്കമായി. വർക്കല ജനാർദ്ദനസ്വാമി ക്ഷേത്ര സന്നിധിയിൽ നിന്നും എത്തിയ തിരുവാഭരണങ്ങൾ ശങ്കരനാരായണ സ്വാമിയെ അണിയിച്ചതോടെയാണ് ക്ഷേത്രത്തിന് കൊടിയേറ്റ ചടങ്ങുകൾക്ക് തുടക്കമായത്. ഇനി 10 ദിവസം നാവായിക്കുളം നിവാസികൾക്ക് പൂരത്തിൻ്റെ നാളുകൾ. ഹൈന്ദവ വിശ്വാസപ്രകാരം ശിവൻ്റെയും വിഷ്ണുവിൻ്റെയും സങ്കരരൂപമായ ഈശ്വര സങ്കല്പമാണ് ശങ്കരനാരായണൻ അഥവാ ഹരിഹരൻ. ശൈവരും വൈഷ്ണവരും തമ്മിൽ ആരാധനാമൂർത്തികളുടെ പേരിൽ പ്രശ്നമുണ്ടായിരുന്ന കാലത്ത് അവ ഒഴിവാക്കാനായി ശങ്കരൻ അഥവാ ശിവനും നാരായണൻ അഥവാ വിഷ്ണുവും ഒന്നാണെന്ന് കാണിക്കുവാൻ കൊണ്ടുവന്ന സങ്കല്പമാണിതെന്ന് കരുതിപ്പോകുന്നു. അദ്വൈത സിദ്ധാന്തത്തിലൂടെ ശങ്കരാചാര്യരാണ് ഭഗവാന്റെ ഈ രൂപത്തിന് ജനകീയത നൽകുന്നതിൽ പ്രധാന പങ്കുവഹിച്ചത്. കർണാടകയിലെ ബദാമി ഗുഹാക്ഷേത്രങ്ങളിൽ കാണപ്പെടുന്ന ശങ്കരനാരായണ ശില്പമാണ് ലഭ്യമായതിൽ ഏറ്റവും പഴക്കം ചെന്ന രൂപം. AD 6-ാം നൂറ്റാണ്ടിൽ സൃഷ്ടിച്ചതാണ് ഈ ശില്പം എന്നത് അന്നേ ഈ മൂർത്തിക്ക് ആരാധനയുണ്ടായിരുന്നു എന്ന തെളിവുകളാണ് നൽകുന്നത്. കേരളത്തിലെ ഇണ്ടിളയപ്പൻ എന്ന സങ്കല്പവും ഇതുതന്നെയാണ്. എല്ലാ നാവായിക്കുളം നിവാസികൾക്കും ശ്രീ ശങ്കരനാരായണ സ്വാമി ഭക്തർക്കും മന്ത്രയുടെ ഉത്സവാശംസകൾ.